അവർക്ക് ഈ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നാട്ടുകൂട്ടത്തിലൊക്കെ പോവേണ്ട ആവശ്യം എന്താ ഏട്ടാ? കല്യാണം എന്തുകൊണ്ടാ നിന്നു പോയെന്ന് നാട്ടുകാരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചേച്ചി. പക്ഷേ അവിടെ നമുക്ക് ന്യായം കിട്ടോ? അവിടെ എന്റെ വല്യച്ഛൻ മാത്രമല്ല ഉള്ളത്, നാട്ടുകൂട്ടത്തിൽ വേറെ മുതിർന്ന ആൾക്കാരും ഉണ്ട്. ഇവർക്കെതിരെയായിരിക്കും അവര് സംസാരിക്കുന്നത്. വാ ചേട്ടാ. ശരി, നാട്ടുകൂട്ടത്തിൽ വെച്ചാണെങ്കിൽ അങ്ങനെ. ദസറ ഉത്സവം വരികല്ലേ, ഇത്തവണ വരേണ്ടെന്ന് ചന്ദ്രനോട് പറഞ്ഞേക്ക്. അയാളുടെ ചെറുമകളെ കിട്ടിയല്ലോ, അത് നല്ല കാര്യമാ. താലി പൊട്ടിയ ചേച്ചിയുടെ തലയിൽ തേങ്ങ വീണതുപോലെ കഷ്ടത അനുഭവിക്കുന്നവരുടെ വീട്ടിലും കല്യാണ മുഹൂർത്തം വന്നിരിക്കുക. അതൊക്കെ പോട്ടെ, ഉത്സവത്തിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം. ആ സമയത്ത് എന്തെങ്കിലും കൂടുതലായിട്ട് തരാം. ശരി ശരി, ഞാൻ വയ്ക്കുക. എന്താ കഥ? എല്ലാവരും കൂടി വന്നിരിക്കുന്നു. ലക്ഷ്മിക്ക് ടീച്ചർ ഉദ്യോഗം പോയപ്പോ തന്നെ ഇവർ വിവാഹം വേണ്ടെന്ന് വെച്ചു മുതലാളി. അങ്ങനെയാണോ? സേതുപതി, പറയേ. ഒന്ന് വ്യക്തമായി പറയടോ. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ തോട്ടത്തിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. ദീപാവലി സമയത്ത് വിത്ത് വിതച്ചാൽ നല്ല വിളവ് കിട്ടും. അതൊക്കെ കിട്ടൂടോ. വരുന്ന ഞായറാഴ്ച താനും ഇങ്ങോട്ട് വാ, എന്താ ചെയ്യുന്നെന്ന് പറയാം. വാമോളെ. നിക്ക് ചേട്ടാ. പോകട്ടെ, വിട്ടേക്ക് മോളെ. ഭർത്താവിന് എന്തോ ജോലി ഉണ്ടെന്ന് തോന്നുന്നു. അവന്റെ സഹോദരി ഇവിടെ നിൽക്കുകയല്ലേ നാട്ടുകൂട്ടത്തില്. ആരായത്? ഇനി നിങ്ങൾ ഫോണിൽ സംസാരിച്ച നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഫോണും നിങ്ങളിരിക്കുന്ന ആ കസേരയും രണ്ടും ഞാൻ തല്ലിപ്പിടിച്ച് ദൂരെ കളയും. അതിനുശേഷം ഞാൻ നിങ്ങളെ എന്തു ചെയ്യുന്ന എനിക്കിപ്പോ പറയാനായിട്ട് സാധിക്കില്ല. മുതലാളി, ഗൗതമിന്റെ ദേഷ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അല്പസമയം ഫോണിൽ നിങ്ങൾ സംസാരിക്കാതിരുന്നാലേ നാട്ടുകൂട്ടം തീർക്കാമല്ലോ. ശരി ശരി, തുടങ്ങിക്കോ. പറഞ്ഞോ മോളെ. ഞങ്ങളുടെ ലക്ഷ്മിയെ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് മുഹൂർത്തമൊക്കെ കുറിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് അവൾ ചെയ്യുന്ന അവളുടെ പ്രൈവറ്റ് ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. പെൺകുട്ടികളെന്ന് പറഞ്ഞോ ഇവർക്കൊക്കെ വെറുതെ കളിപ്പാവ പോലെയാ. കടയിൽ എന്താ വിൽക്കാൻ വെച്ചേക്കാണോ? ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ട് പോവാൻ. മര്യാദയ്ക്ക് ശശികുമാറിനോട് ലക്ഷ്മിയുടെ കഴുത്തില് താലി കെട്ടാനായിട്ട് പറയണം. എന്ത് താലി കെട്ടാനോ? ഈ നാട്ടുകൂട്ടം എന്താ വരുന്നവരുടെയൊക്കെ കല്യാണം നടത്താനിരിക്കുവാണോ? അവര് പറയുന്ന കേട്ട് പേടിച്ച് ഞങ്ങൾ ഇവനെ അവരെ വീട്ടിലെ മരുമകനാക്കണം എന്നാണോ? അതിന് അവരുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ മരുമകനാകാൻ? ഗൗതമിന്റെ അമ്മ സാവിത്രി ഇല്ല. ഓഹോ, മദ്യപാനിയായ അച്ഛൻ മുകുന്ദനുണ്ടല്ലോ. എന്റെ അച്ഛൻ കുടിക്കുന്ന ഗ്ലാസ്സിൽ നിങ്ങൾ മദ്യം ഒഴിച്ചു കൊടുക്കുന്നത് പോലെയാണല്ലോ. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത ആളാ. സംസാരത്തിന് മാത്രം ഒരു കുറവുമില്ല.
കണ്ടില്ലേ നിങ്ങളെ തന്നെ ഇങ്ങനെ നിർത്തി അപമാനിക്കുന്നത്. ഇവരുടെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞപ്പോ തന്നെ ഞങ്ങളെ എങ്ങനെ അപമാനിച്ചുവോ അത് നിങ്ങളോട് വന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പേര് മാത്രമേ ഉള്ളൂ ഗൗതം, പക്ഷെ സ്വഭാവത്തിൽ വലിയ ശാന്തതയൊന്നും കാണാനില്ല. കാരണം ഇവന്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഞങ്ങളിവിടെ വന്നത് എന്റെ സഹോദരി ലക്ഷ്മിക്ക് ന്യായം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇവളുടെ കല്യാണ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നാട്ടുകൂട്ടം അറിയണം. ഇവിടെ ആരെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ന്യായം കിട്ടുന്നതിന് വേണ്ടി ഒരു അവസരമുണ്ട്. ഇവരിവളെ വേണ്ടെന്ന് പറഞ്ഞത് ഒരു അന്യായല്ലേ? കല്യാണം വേണ്ടെന്ന് പറഞ്ഞതാണോ അതോ കല്യാണ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞതാണോ? രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ല മോളെ, അതെങ്ങനെ ശരിയാകും? നീ പറഞ്ഞതിരിക്കട്ടെ, കല്യാണം മുടങ്ങിയ ലക്ഷ്മി പറയട്ടെ. എന്താ മോളെ ലക്ഷ്മി, നിനക്ക് തന്നെ പറഞ്ഞുകൂടെ? ഈ ശശികുമാർ നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ അതോ നീയുമായുള്ള കല്യാണം വേണ്ടെന്ന് പറഞ്ഞോ? എന്നെ വേണ്ടെന്നാ പറഞ്ഞത്. കണ്ടില്ലേ, അവര് കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരുടെ ഉദ്ദേശം എന്താ? എന്റെ സഹോദരി ലക്ഷ്മിയെ വേണ്ട, വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നാണോ ഇവർ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണോ? നിന്റെ സഹോദരി ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാ ഈ കല്യാണം വേണ്ടെന്ന് വെക്കേണ്ടത്? വീണ്ടും എന്റെ സഹോദരി ലക്ഷ്മിക്ക് ജോലി കിട്ടാൻ മാസങ്ങളെടുക്കും, ചിലപ്പോ വർഷങ്ങളെടുക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കോ? അതെങ്ങനെ സാധിക്കും? ഞാൻ ചോദിച്ചതിന് മറുപടി പറയേണ്ടത് അവരാണ്. ഞങ്ങൾ കുറിച്ച മുഹൂർത്ത ദിവസത്തിന് ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ടല്ലോ. അതിനു മുമ്പ് ജോലിക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഈ ബന്ധം നമുക്ക് പിന്നെയും ആലോചിക്കാം. ആഹാ, ഒരു മാസം കഴിയുമ്പോഴേക്കും ശശികുമാറിന് നിങ്ങൾ അടുത്ത കല്യാണം നോക്കി തുടങ്ങും. അതിനുശേഷം ലക്ഷ്മി ഏതെങ്കിലും ജോലിക്ക് കയറി തുടങ്ങിയ നിങ്ങൾ സംസാരിച്ചു വെച്ച ബന്ധം മുടക്കിയിട്ട് പ്രശ്നങ്ങളും ഉണ്ടാക്കി ലക്ഷ്മിയെ സ്വീകരിക്കാന്നാണോ? അതെങ്ങനെ ശരിയാകും? എന്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ജോലിക്ക് പോകുന്നുണ്ടെങ്കിലേ വീണ്ടും ഈ കല്യാണത്തിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. ഇപ്പോ മനസ്സിലായോ? അവരുടെ വീട്ടിലേക്ക് പോകേണ്ട മരുമകൾ ഉദ്യോഗസ്ഥയായിരിക്കണം. ലക്ഷ്മിക്ക് വേറെ വിവാഹാലോചന നോക്കണം. ഇവിടെയുള്ള ആരുടെ ഉപദേശവും എനിക്ക് ആവശ്യമില്ല. എന്റെ സഹോദരി ലക്ഷ്മിയെ എങ്ങനെ കല്യാണം കഴിപ്പിക്കണമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. വീരവാദങ്ങൾക്കൊന്നും കുറവില്ലല്ലോ ഗൗതം. അന്ന് എന്റെ സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയക്കുമെന്ന് വലിയ വെല്ലുവിളി നടത്തിയതല്ലേ? ഒരു കല്യാണമെങ്കിലും നടത്താൻ പറ്റിയോ? ശ്രീദേവി മുതലാളിയുടെ മരുമകളായിരിക്കുകയല്ലേ? മുന്നും പിന്നും നോക്കാതെ അവിടെയുള്ളത് ലക്ഷ്മിയാണെന്ന് കരുതി ശ്രീദേവിയുടെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് അവളെ മരുമകളായി അയക്കാൻ പറ്റി. അല്ലാതെ ഈ ഗൗതം ആരുടെ കല്യാണമാണ് നടത്തിക്കൊടുത്തത്? നാട്ടുകൂട്ടത്തില് ന്യായം വാങ്ങി തരേണ്ട നിങ്ങള് ആദ്യം പോയി നിങ്ങളുടെ മകന് ബുദ്ധി പറഞ്ഞു കൊടുക്ക്. ആരെ കണ്ണിൽ കണ്ടാലും വെറുതെ സ്നേഹിക്കാൻ പോരുതെന്ന്. ദേ നോക്കുമോളെ, എന്റെ മകൻ ചെയ്തത് തെറ്റാണെന്ന് കരുതിയാൽ അപ്പൊ ഗൗതം ചെയ്തത് തെറ്റല്ലേ? തീ കത്തുന്ന സമയത്ത് വാഴ വെട്ടിയെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? നീ മയങ്ങിക്കിടന്ന സമയത്ത് നീ പോലും അറിയാതെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആരാ? ഈ ഗൗതമല്ലേ? ഗൗതമേട്ടൻ നിങ്ങളുടെ മകനെ പോലെ വേറെ പെൺകുട്ടികളെയൊന്നും തെറ്റായ കണ്ണോണ്ട് നോക്കാറില്ല. അതാണ് വ്യത്യാസം. അങ്ങനെ ഒരാളാണ് എന്റെ ഭർത്താവെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ പുര നിറഞ്ഞു നിൽക്കുമ്പോ വേറെ ഏത് പെണ്ണിനെ നോക്കാൻ പറ്റും? അവരുടെ കല്യാണം നടക്കുമ്പോഴേക്കും ഇവന്റെ കാലം കഴിയും. ശിവാനി, നമ്മളിപ്പോ ഇവിടെ വന്നത് നടന്നു കഴിഞ്ഞ കല്യാണത്തെ പറ്റി സംസാരിക്കാനല്ല. എന്നും പറഞ്ഞ് ഈ കല്യാണം നടക്കുമെന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ജോലിയില്ലെന്ന് പറഞ്ഞു, ഞങ്ങളത് വിട്ടു. നിങ്ങളുടെ മോൻ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെന്തിനാ ഞങ്ങളെ നാട്ടുകൂട്ടത്തിൽ വിളിച്ചു വരുത്തിയത്? ഇന്ന് നിങ്ങളെ ലക്ഷ്മിയോട് കാണിച്ച ഈ ദ്രോഹം ഈ നാട്ടിലെ ഒരു പെൺകുട്ടികൾക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഈ നാട്ടുകൂട്ടത്തിന് മുന്നിൽ നിങ്ങളെ കൊണ്ട് നിർത്തിയത്.
ഏട്ടാ, നമുക്ക് തിരിച്ചു പോവാം. ഒന്ന് സമാധാനിക്ക് ലക്ഷ്മി. എന്തിനാ ഇത്ര ധൃതി? വീട്ടിലേക്ക് പോകാതെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ എന്ത് അവകാശമുള്ളത്? അധ്യാപകനായ ഈ പയ്യനെ നിനക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരുപാട് ആവേശം കാണിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ കല്യാണം ഇപ്പോ വേണ്ടെന്ന് വെച്ചപ്പോ നിന്റെ മനസ്സിനെ നീ സ്വയം നിയന്ത്രിക്കണം. എന്റെ മനസ്സൊരിക്കലും കല്ലാക്കിയിട്ടില്ല. മാത്രമല്ല, ഞാൻ മറ്റാണുങ്ങളെ നോക്കിയിട്ടുമില്ല. എന്റെ സഹോദരിമാരെ എല്ലാം വളർത്തി വലിയ നിലയിലാക്കിയ എന്റെ ഗൗതമേട്ടനല്ലാതെ ആ സ്ഥാനം മറ്റാർക്കും ഇല്ല. അത് കൊള്ളാമല്ലോ ലക്ഷ്മി. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? എന്താ ശശികുമാറെ, ഇവള് പറഞ്ഞത് കേട്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷവും സ്വന്തം സഹോദരനാണ് വലുതെന്ന് പറയുന്നവര് എന്റെ ജീവിതത്തിലേക്ക് വരാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. തല കുനിച്ച് നിൽക്കണ്ട ശശികുമാർ സാർ. പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത് തല ഉയർത്തി നടക്കുന്ന ഒരു സ്ഥാനത്തേക്ക് വന്നാലും പഠിപ്പുള്ള ഒരാള് അയാളെ പഠിപ്പിച്ച അധ്യാപകനെ ഒരിക്കലും മറക്കില്ല. എനിക്കിനി അഥവാ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്നെ സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മുന്നേ ഞാൻ തല കുനിച്ച് താലി കെട്ടാൻ നിന്ന് എന്നതിനെ. ഐ ആം സോറി ലക്ഷ്മി. നീ എന്തിനാ ഇവളോട് സോറി പറയുന്നേ? അത് അവരാ പറയേണ്ടത്. എന്റെ സഹോദരി എന്ത് തെറ്റാ ചെയ്തത് അവനോട് സോറി ചോദിക്കാനായിട്ട്? തെറ്റ് ചെയ്തില്ല, പക്ഷേ ഇവളിവനെ മൊത്തത്തിലങ്ങ് മാറ്റിക്കളഞ്ഞു. ലക്ഷ്മിയെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച് രാത്രി മുഴുവൻ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞു നടന്നവനായവൻ. ഇത്രയൊക്കെ സ്നേഹിച്ച ആള് പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശിവാനി, അത് വിട്ടേക്ക്. എനിക്കാവട്ടെ എന്റെ ഏട്ടനാവട്ടെ ഇങ്ങോട്ടേക്ക് വരുന്നതേ ഇഷ്ടമല്ല. നീ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം. ന്യായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. ഇനി ഒരു പെണ്ണിനും ഈ ഗതി വരരുതെന്ന് പറയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. ആ കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോവാനല്ലാതെ ആരോടും എനിക്കൊന്നും പറയാനില്ല. ഇത്രയും ദൂരം വന്നിട്ട് നാട്ടുകൂട്ടത്തിന്റെ തീരുമാനങ്ങൾ അറിയാതെ പോയാൽ അതെങ്ങനെ ശരിയാകും ലക്ഷ്മി? ഇവിടുന്ന് നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. നിങ്ങളുടെ തീർപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തു നിൽക്കുകയുമില്ല. പിന്നെ എന്തിനാ വന്നത് ഗൗതം? ഞാനാ കൂട്ടിക്കൊണ്ടുവന്നത്. ഒരു പെൺകുട്ടിക്ക് ജോലിയില്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ലാന്ന് പറയുന്ന ഇതുപോലെയുള്ള ആളുകൾക്ക് തീർച്ചയായും ശിക്ഷ കിട്ടണം. എന്താ ഇത്? പരീക്ഷയിൽ പാസ്സായി പോലീസ് ഓഫീസറായെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ എല്ലാവരുടെ മേൽ കുറ്റം ചേർത്തി ലോക്കപ്പിലിടാനാണോ നിന്റെ ഉദ്ദേശം? ഇതുവരെ എന്റെ കയ്യില് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടാത്തതുകൊണ്ടാ നിങ്ങളൊക്കെ ഇപ്പൊ രക്ഷപ്പെട്ടു പോയത്. ഇല്ലായിരുന്നെങ്കിൽ പണത്തിനു വേണ്ടി ഒരു പെൺകുട്ടിയെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കുടുംബത്തെ ഞാൻ അഴിയെണ്ണിക്കുമായിരുന്നു. ശിവാനി മോളെ, നീ നിയമത്തെ കയ്യിലെടുക്കാൻ പാടില്ല. ഇനി ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ നിയമപ്രകാരം മാത്രമേ അത് മുന്നോട്ടു പോകൂ. അതുവരെ വായിൽ തോന്നിയതൊന്നും വിളിച്ചു പറയരുത്. മുതലാളി, ഞങ്ങളെന്നാ പൊയ്ക്കോട്ടെ. ആ സ്ത്രീകളല്ലേ പോണോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങളും അതുപോലെ തന്നെ പറഞ്ഞാൽ നീതി ആവശ്യമില്ലേ നിങ്ങൾക്ക്? നീതി കിട്ടേണ്ടത് ഞങ്ങൾക്ക്, അല്ലാതെ അവർക്കല്ല. പക്ഷെ അത് ഇവിടുന്ന് കിട്ടാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീതി കിട്ടേണ്ടത് നിങ്ങൾക്കല്ല ഗൗതം, ശശികുമാറിന്റെ കുടുംബത്തിനാ. എന്റെ അറിവിൽ ഗൗതം ലക്ഷ്മിക്ക് 10 ആലോചനകൾ കൊണ്ടുവന്നു. എന്നാൽ എല്ലാം പോയി. അതിനുശേഷമാണ് എന്റെ മകൻ ദേവരാജൻ വളരെ താല്പര്യമെടുത്ത് താലി കെട്ടുന്നെങ്കിൽ അത് ലക്ഷ്മിയുടെ കഴുത്തിൽ തന്നെ ആകണമെന്ന് തീരുമാനിച്ചത്. അവസാനം ശ്രീദേവിയുടെ കഴുത്തിൽ താലി കെട്ടി
കണ്ണടച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ശരി ശരി, ഇതൊക്കെ സംഭവിക്കുന്നത് തന്നെയാ. അതിനുശേഷം ലക്ഷ്മിയെ വിവാഹം കഴിക്കാനായി ശശികുമാറിന്റെ കുടുംബം വന്നു. 1-2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം മുഹൂർത്തം കുറിച്ചു. പക്ഷേ കല്യാണം മാത്രം നടന്നില്ല. ദോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ലക്ഷ്മി ശശികുമാറിനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് വാശി പിടിച്ച് അതിനുവേണ്ടി വളരെയധികം പരിശ്രമം നടത്തി. ഏറ്റവും ഒടുവിൽ ദോഷം മാറിയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല, ജോലി പോയി കിട്ടി. അത് പോയ ഉടനെ ലക്ഷ്മിയെ എനിക്ക് വേണ്ടെന്നും പറഞ്ഞു. ഇത് എല്ലാവർക്കും അറിയാവുന്ന കഥയൊക്കെ തന്നെയാ. വീണ്ടും വീണ്ടും ഈ കഥയൊക്കെ ഇവിടെ എടുത്ത് പറയണമെന്നില്ല വല്യച്ഛ. തീരുമാനം പറയുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ. പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ അവർ പറഞ്ഞതുപോലെ ലക്ഷ്മിയെ പെണ്ണ് കാണാൻ വന്നത് മുതൽ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചതുവരെയുള്ള പണം അവർ തന്നില്ലേ, അതെല്ലാം തിരികെ കൊടുക്കണം. പലിശ സഹിതം കൊടുക്കണം. എന്താ ഇത്? അവരുടെ ഷർദിലൊക്കെ ഞങ്ങൾ കയ്യിലെടുക്കണമെന്നാണോ പറയുന്നത്? എന്താ ഇത്? ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നു കേൾക്ക്. ഏട്ടനത് മനസ്സിലാകാഞ്ഞിട്ടാ. ഇതുവരെ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ചെലവായതൊക്കെയും ഗൗതം തിരിച്ചു തരണമെന്നാ നാട്ടുകൂട്ടത്തിലെ വലിയ ആൾക്കാർ പറയുന്നത്. അതെ, ഗൗതം മനസ്സിലായോ? ഇത് അന്യായമായിട്ട് തോന്നുന്നില്ലേ ശശികുമാർ? എന്തെങ്കിലും എന്റെ ഏട്ടൻ ഞങ്ങൾക്ക് വേണ്ടി കാശ് ചെലവാക്കണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എന്ത് ജോലി ആയാലും എത്ര ചെലവായാലും അതിനെല്ലാം കണക്ക് വെച്ച് ഏട്ടൻ തിരിച്ചു തരാന്ന് പറഞ്ഞതല്ലേ? പറഞ്ഞതൊക്കെ ശരിയാ ലക്ഷ്മി, അതുകൊണ്ട് ഇങ്ങ് തന്നേക്കാം. ശശികുമാർ, ഇത് നീ തന്നെയാണോ സംസാരിക്കുന്നത്? എന്താ ഇത്? എന്റെ മകനെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? നിന്റെ വല്യച്ഛൻ പറയുന്നത് ശരി തന്നെയല്ലേ? അതെ, ഞാനെന്തോ ഇവരുടെ മേൽ ബാധ്യത അടിച്ചേൽപ്പിച്ചതുപോലെയാണല്ലോ. എന്തായിരുന്നാലും അത് ന്യായമാകണമെന്നേ പറഞ്ഞുള്ളൂ. എനിക്ക് ആരോടും യാതൊരു വേർതിരിവും ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രയോ തവണ നിങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ചായയും ആഹാരവും ഒക്കെ കഴിച്ചിട്ട് അതിന് ഞങ്ങൾ കണക്ക് വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇപ്പൊ തന്നെ തരാലോ. അത് എത്രയായി? 1000-ഓ 2000-ഓ 10,000 ആയാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എത്രയാ ചെലവായതെന്ന് നിനക്കറിയോ? 2,40,000 രൂപ. ശശികുമാർ സാർ, ഈ കാണിക്കുന്നതൊക്കെ അന്യായമാണ്. ഓരോ പൈസയും നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഇഷ്ടത്തോടെ ചെലവാക്കുന്നല്ലേ എന്നോട് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്നാണല്ലോ നിങ്ങളുടെ അമ്മ പറയുന്നത്. സ്നേഹത്തോടെ ചെലവാക്കിയതിനൊക്കെ വാട്ടവും പലിശയും ചേർത്ത് ചോദിക്കുകയാണോ? നീ ആയിട്ടുള്ള കല്യാണം മുടങ്ങിയതിന് ശേഷം ആ സ്നേഹത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലക്ഷ്മി, മോളെ ലക്ഷ്മി, നീ എന്തിനാ മോളെ കരയുന്നത്? ശശികുമാർ, എന്റെ സഹോദരിയുടെ കണ്ണീന്ന് കണ്ണുനീര് വരുത്തിയ നിന്നെ ഉണ്ടല്ലോ. വേണ്ട, എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്കൊരു വിഷമവും ഇല്ല. അന്യായിട്ട് ഏട്ടനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്താ മോളെ നീ ഇങ്ങനെ കരയുന്നേ? 2,40,000 രൂപയല്ലേ, അത് നമുക്ക് കൊടുക്കാം.
ഈ ഒരു കാര്യത്തിന് വേണ്ടി നീ എന്തിനാ കരയുന്നേ? തരാന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് തന്നിട്ട് വേണം ഇവിടുന്ന് പോകാൻ. എന്റെ തനിക്കുണം നിങ്ങൾ കാണും. എന്താ വേണോ? ഇത്രയും മുതിർന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ച് ചെരുപ്പൂരി അടിക്കുന്ന ആ പെങ്കൊച്ച് പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അതുപോലൊരു അപരാധം ചെയ്താൽ ഇതിലും വലിയ ശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത്. അത് എന്റെ മകളാണെങ്കിലും ശരി. ഉറപ്പായും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കും. ഞാൻ ഇട്ടിട്ട് വന്നത് ഒരു ചെരുപ്പല്ല, 2 ചെരുപ്പാ. ഇപ്പൊ തന്നെ പണം കെട്ടണമെന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ചാ ഈ 2 ചെരുപ്പും പൊട്ടുന്ന വിധത്തിൽ നിങ്ങളെ ഞാൻ തല്ലും.